രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം വെള്ളം വന്നോ നോക്കും. വെള്ളം വന്നെങ്കിൽ ഇതുപോലെ നിന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും കേട്ടോ. കൂടെ കൊതുകുകടി ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും ഞാൻ ലൂസ് പാൻറ് ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പോൾ കൊതുവിന് കുത്താൻ പറ്റൂല കേട്ടോ. നേരെ എന്നിട്ട് ചെന്ന് അപ്പുക്കുട്ടനെ വിളിച്ചെണീപ്പിക്കാൻ ചെന്നപ്പോൾ കണ്ണിൽ വെട്ടം അടിക്കുന്നു എന്നും പറഞ്ഞ് ആകെ മൂശാട്ട സ്വഭാവമായിരുന്നു. പിന്നെ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുറേ നേരം എടുത്തോണ്ടൊക്കെ നടന്നു. പിന്നെ ഏട്ടൻ വന്ന് അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഏട്ടനങ്ങ് വാങ്ങിച്ചു കേട്ടോ. നേരെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ ദോശമാവിന് ഒന്നും കഴിഞ്ഞ ദിവസം അരച്ച് വയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഈസി ആയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ പുട്ടിന് തേങ്ങ ഇടണമെന്നൊന്നും ആർക്കും നിർബന്ധമില്ല കേട്ടോ. അതുകൊണ്ട് പുട്ടെന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് എനിക്ക്. അപ്പോൾ പൊടി എവിടെയാന്ന് തപ്പി കണ്ടുപിടിച്ചെടുത്തിട്ട് കുറച്ച് പുട്ടുപൊടി എടുത്ത് നനച്ച് ഞാനങ്ങ് പുട്ടുപൊടിക്ക് കുഴച്ചങ്ങ് വെച്ച് കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വീർത്ത് കയറിക്കോളും. അപ്പോൾ കുറച്ചധികം പുട്ട് കിട്ടും. പയർ ഞാൻ ഇന്നലെ രാത്രിയെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നല്ല കുതിർന്നിരിക്കുകയാണ്. കുക്കറിലിടേണ്ട കാര്യമില്ല, പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അതുകൊണ്ട് ചീഞ്ചട്ടിയിൽ അതങ്ങ് വേവിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു. ഇന്നലത്തെ അരി കുറച്ചിരുന്നത് അങ്ങ് തിളപ്പിച്ചൂറ്റാന്ന് വിചാരിച്ചിട്ട് അരി നന്നായിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ. രാത്രി ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് അതും അടുപ്പത്തോട്ട് അങ്ങ് വെച്ച് കേട്ടോ. പുട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ഉണ്ടാക്കുന്ന സാധനം കാണാത്തതുകൊണ്ട് ഇന്ന് കോൽപുട്ടാട്ടോ ഞാൻ എടുത്തത്. ഇതിനെന്താ പേര് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വായി വരുന്ന അങ്ങ് പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത് പുട്ടും വെറും പയറുമാണ് കേട്ടോ. അതായത് ഉപ്പിട്ട് മാത്രം വേവിച്ച പയറുമാണ്. എനിക്കും അപ്പുക്കുട്ടനും പപ്പടം ഞങ്ങൾ കാച്ചുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പുട്ട് എപ്പോഴും കുക്കറിലേ വെക്കത്തുള്ളൂ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. അപ്പം നമ്മുടെ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.